നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബ്ല്യു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ലൈഫ് വ്ലോഗാണ്. നമ്മൾ രാവിലെ 9 ഞാൻ എണീറ്റിട്ടുണ്ട്. ശ്രുതി എണീറ്റിട്ടില്ല. ശ്രുതി ഉറങ്ങാൻ ഇന്നലെയൊക്കെ ശ്രുതി നേരത്തെ എണീറ്റു. ഇന്നലത്തെ ഡേ ലൈഫ് കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ എണീറ്റ് ലേറ്റ് ആയിട്ട് 10 മണി കഴിഞ്ഞപ്പോൾ എണീറ്റത്. ശ്രുതി ഇന്നലെ നേരത്തെ എണീറ്റ്. ഞാൻ ഇന്നലെ 9 കഴിഞ്ഞപ്പോൾ എണീറ്റത്. ശ്രുതി ഇന്നലെ നേരത്തെ എണീറ്റായിരുന്നു. തുണിയൊക്കെ അലക്കി ഉണക്കാട്ടായിരുന്നു. ഇന്ന് ശ്രുതി ലേറ്റാണ്. ശ്രുതി എണീറ്റിട്ടില്ല. ഞാനും ലേറ്റാണ്. 9 മണിക്കായി. ഇപ്പോൾ ഏകദേശം 9:07 സമയം. 9:07 സമയം. എന്തായാലും രാവിലെ നേരത്തെ വെച്ചപ്പോൾ കുഴപ്പമില്ലാത്ത വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ വെയിൽ കുറച്ച് മാറി ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സൊക്കെ ഉണങ്ങാത്തതാണ്, എല്ലായിടത്തും പുറത്തിടണം. ഇതൊക്കെ പുറത്തിടണം. അതിനകത്ത് കുറച്ച് കുടംപുളി ഉണ്ട്, അത് പുറത്ത് വെയിൽ തുറക്കാൻ വെക്കണം. അങ്ങനെ പ്ലാനിലിരിക്കുകയാണ്. സ്തുതി നിങ്ങൾ സമയം കൊണ്ട് അതൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. വെറുതെ ലേറ്റ് ആക്കണ്ടല്ലോ. കാരണം രാവിലത്തെ വെയിൽ ഞാൻ രാവിലെ കിട്ടി. പിന്നെ കുറച്ച് വെയിൽ പോയാൽ മഴക്കാലം കൂടെ അതിൻ്റെ മഴ പെയ്താൽ പണിയാവുമല്ല. അവിടെ ഞാൻ എണീറ്റ് നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ എന്നിട്ട് രാവിലെ 9 മണിപ്പോഴും എണീറ്റപ്പോഴേക്കും രാത്രി ലേറ്റായി. രാവിലെ എനിക്ക് ലേറ്റായി പോകും വോയിസ്. ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോഴേക്കും ഇവിടെ ലേറ്റായി പോയി. അതാണ് രാവിലെ നേരത്തെ എനിക്കത് ലേറ്റായി പോയത്. ഇത്രയും ഡ്രസ്സ് കാണാണ്ട് പുറത്ത് ഇപ്പോൾ വെയിലടിച്ചു തുടങ്ങി. എൻ്റെ മോന്തയ്ക്കൊക്കെ ചെറുതായിട്ട് വെയിലടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയ വെയിലുണ്ട്. അവിടെയൊക്കെ കുറച്ച് ചെറിയ വെയിലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് വെയിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് ശരിയാവില്ല, ഉണങ്ങൂല. അതുകൊണ്ട് മൊത്തം കുറച്ച് തിരിച്ചുകൊണ്ട് വെച്ചു ഗൈസ്. കാരണം രാവിലെ എണീറ്റപ്പോൾ ലേറ്റ് 9 മണി പറഞ്ഞില്ലേ, മഴ പൊടി തുടങ്ങി വീണ്ടും. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് കാത്ത് വെച്ച്. സാധാരണ 7 മണിക്കും ഒരു 8-9 മണിക്കുള്ളിൽ നല്ലൊരു വെയിലായിരിക്കും ഉണ്ടാവാറ്. ഇപ്പോൾ മഴ പൊടിഞ്ഞ് 9 മണിയായില്ല. മഴ പൊടിഞ്ഞ് ഞാനത് തിരിച്ചകത്ത് വെച്ച്. ഇനിയിപ്പോൾ സ്റ്റുഡിയോ എണീറ്റിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ പോയി കുറച്ച് നടക്കാനൊക്കെ പോട്ടെ. എക്സസൈസ് ചെയ്യേണ്ട രാവിലെ പോയിട്ട്. ഞാൻ അങ്ങോട്ട് പോകണം നടക്കാനായിട്ട്. അവിടെ പോയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യണത്. അങ്ങോട്ട് പോട്ടെ. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ സ്തുതി എണീക്കായിരിക്കും. സ്തുതി കൂടെ ഏറ്റവും നല്ല സ്തുതി ഇപ്പോൾ എനിക്ക് ചൂടും കുടിച്ചുകൊണ്ടിരിക്കുക. മഴ നമ്മൾ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ദൂരെ പറ്റുകൂലൊക്കെ മഴ പെയ്യണം. അതുകൊണ്ട് കേൾക്കാം ഗൈസ്. നല്ല അടിച്ചിട്ട് മഴ പെയ്യുണ്ട്. അതുകൊണ്ട് വല്ലാത്ത വിഷമത്തിൽ ഇവിടെ ചെറുതായിട്ട് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ അടിച്ച് വീണ മഴ ഇവിടെ നമുക്ക് കേൾക്കാൻ പറ്റും. അല്ലേ ശ്രുതി? ഇവിടെ കൂടെ അടിച്ചിട്ട് പെയ്യണം. എന്നാൽ പൊളിച്ചേനെ. ഇവിടെ കൂടെ അടിച്ചിട്ട് പെയ്യണത് ഒന്ന് തണുപ്പിക്കട്ടെ അല്ലേ? വെള്ളം കയറ്റ കിണറ്റിലൊക്കെ. ജോലിയുള്ളൊരു വ്യക്തി ഈ ലോകത്തുണ്ടാവില്ല. അവനെ വിളിച്ചാവൻ വരത്തില്ല. എന്നിട്ട് ഈ സമയത്താണ് അല്ലേ അർജെ? പറഞ്ഞു എഴുന്നേറ്റില്ല. പല്ലൊക്കെ തിരിച്ച് പ്രശ്നമൊക്കെ. മഴ എങ്ങനെ ചെറുതായിട്ട് ശ്രുതിയുടെ മേത്ത് മുട്ടിങ്ങനെ കിടക്കുന്നു. ഇരിക്കായിരുന്നു. അവനവരെ കുളിപ്പിക്കാത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് പോകാം ഗൈസ്. കാരണം നമ്മളടുത്ത് എപ്പോഴും വരുവാണെങ്കിലും നമ്മളത് ആക്കാൻ ശ്രമിക്കും. ആ പ്രശ്നം കിച്ചു വാ. ഇതേ ഗൈസ് തേങ്ങ കൊണ്ടുണ്ട്. ഗൈസ് തേങ്ങ നെറ്റ് കൊണ്ടുണ്ട്. ഇതുണ്ടോ തേങ്ങ കൊണ്ട് തുറന്നെടുത്തു. അങ്ങോട്ട് കുഴപ്പമുണ്ടോ? നിന്റെ പ്രശ്നം എന്തി? ഇപ്പോൾ എടുത്തു വെച്ചില്ല? അവിടെ എവിടെ തേങ്ങ എടുപ്പുണ്ട്. ശ്രുതി എടുക്കട്ടെ. തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ് ഗൈസ്. ആ സമയത്ത് തേങ്ങ പറമ്പിൽ വീണാൽ പന്നി കൊണ്ടുപോയാൽ ശരിയാവില്ല. താഴത്തെ വീണ്ടും നോക്ക്. ആയിക്കോട്ടെ. അപ്പം എന്നോട് പറഞ്ഞു വീണേ. പാത്രം കഴി തുടങ്ങി. വെള്ളം കൊണ്ട് കൂട്ടുന്നിട്ട് പല്ല് തേക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പല്ല് വെച്ച് പ്രശ്നപ്പെട്ടോളൂ. നമുക്ക് ശ്രുതി തുണി അലക്കാൻ വേണ്ടി പുതപ്പൊക്കെ മുക്കി വെച്ചാണ്. പക്ഷേ രാത്രി മഴയാണ്. എൻ്റെ ശ്രുതി രാവിലെ കുറച്ച് പേരുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ എണീച്ചാൽ മതിയായിരുന്നു. നേരത്തെ എണീക്കാത്തതുണ്ടാവും. രാവിലെ മഴ വെയിലുണ്ടായിരുന്നു. 7 മണിക്കൊക്കെ നമ്മളൊന്ന് ഉറങ്ങിപ്പോയി. അതാണ് വേറെ കാര്യം. മഴക്കാട് മഴയ്ക്ക് മഴ പെയ്തിട്ട് കുറച്ച് ദിവസമായി. എന്തായാലും പരിപാടി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ പല്ല് വെച്ച് പ്രശ്നം പോട്ടെ പെട്ടെന്ന്. പാത്രം കഴി കഴിഞ്ഞു. ഇപ്പോൾ കുടയൊക്കെ എടുത്തിട്ട് വന്നു. കുട കളിച്ച് പാത്രം കഴിഞ്ഞ ശേഷം കുട ഉണ്ടപ്പോഴേക്ക് മഴ ഓടിക്കളഞ്ഞു. കുഴപ്പമില്ല, നന്നായി. എന്തായാലും കുട നിർത്തണ്ട. എന്ന് കുളിച്ച് പല്ലൊക്കെ സ്പെഷ്യപ്പായിട്ട് പോയിട്ട് മഴ കിട്ടെ അല്ലേ? നമ്മളെ കിറ്റിനടന്ന് അങ്ങോട്ട് പോയ ശേഷം മഴ പെയ്താൽ കുഴപ്പമില്ല. കുട പിടിച്ച് പല്ലിയൊക്കെ വേണ്ടി പോവാണ്. കുട പിടിച്ചിരിക്കണം. മഴ പെയ്തു അല്ലേ? ചെറുതായിട്ട് പോകണം. അങ്ങനെയല്ലേ പണിയാവുന്ന ശ്രുതി പറഞ്ഞത്. ഇപ്പൊ കുടയും വെള്ളമൊക്കെ ആയിട്ട് വരണം. ഇപ്പം മഴ ഇച്ചിരി പെയ്ത്, പക്ഷെ വലുതായിട്ട് പെയ്തില്ല. നേരത്തെ കേട്ട അത്ര പെയ്തില്ലല്ലേ നമുക്ക്. കാരണം ഭയങ്കര മഴയായിരുന്നു താഴെയൊക്കെ. ഞാൻ വിളിച്ചന്വേഷിച്ചു എന്നിട്ട് പറ്റിക്കുഴിയിലോട്ട്. അപ്പം പറയണു അവിടെ ഭയങ്കര മഴയായിരുന്നു. അതാണ്, നമുക്ക് മഴ ഇല്ല.
ഒരുത്ത ഇവിടെ കിടക്കണ്. യവന് വല്ലതും വെച്ച് കഴിഞ്ഞാൽ നാറി നമ്മൾ ചാകും. അങ്ങനെ ഇപ്പൊ എടുത്ത് കളഞ്ഞു. എന്ത് അതാ ഇനിയിപ്പോ അവന് വേണ്ടി ഞാൻ ഒന്നും എടുത്ത് വെക്കൂല. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ ഞാൻ ഇങ്ങനെ ഇതാവണം. നാറ്റം സഹിക്കാൻ പറ്റില്ല. മീൻ വെള്ളമൊക്കെ തലേ ദിവസം നമ്മൾ എടുത്ത് വെച്ച് പിറ്റേന്ന് ഈ നേരം ആകുമ്പോൾ എടുത്ത് നോക്കുക ഭയങ്കര നാറ്റമായിരിക്കും. ഇനി മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. രാവിലെ കാപ്പി കുടിക്കാനുള്ള അല്ലേ. ബാ അപ്പോൾ തേങ്ങ വേണം. തേങ്ങ പൊളിക്കാൻ വേണ്ടി ആദ്യം പോവുകയാണ് ഗൈസ്. ഇരുന്ന് ആ തേങ്ങ ഞാൻ എടുത്ത് അവിടെ വെച്ച് അവിടെ ഇരുന്ന് എടുത്ത് കൊടുക്കും. കണ്ട അപ്പം ആദ്യം എന്തായാലും തേങ്ങ പൊളിക്കട്ടെ. തേങ്ങ ഞെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കിച്ചു ആണെങ്കിൽ തേങ്ങ നമ്മുടെ കൂടെ നിൽക്കണം. ശ്രുതി കിച്ചന് തേങ്ങ വാരി കൊടുക്കുന്നു. എന്തോന്നാണ് ഈ കിച്ചു തേങ്ങ തീറ്റക്കാരനാണ്. ആ തേങ്ങ വളർത്തുന്ന എല്ലാവരും അങ്ങനെയാണെന്ന് തേങ്ങ വളർന്നത്. അത് ശരിയാണ്, സത്യം. നമ്മുടെ വീട്ടിൽ മറ്റുള്ള സമയത്തും തേങ്ങ നിരത്ത സംഭവം ഓടി വന്ന പറ്റുന്നുണ്ടായിരുന്നു. തേങ്ങ സ്വഭാവം എല്ലാവർക്കും പഠിപ്പിച്ചു. തേങ്ങ കിച്ചു കൊടുങ്ങ് നോക്കിപ്പോയിരുന്നു. ഞാൻ അവിടെ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കളി ഇന്നലെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കിച്ചു മുട്ടേണ്ടിരിക്കുക സുധീരുടെ സൈഡിൽ. ആ മീൻ ബേസ് വെച്ചപ്പോൾ കഴിച്ചില്ല. അതിപ്പോൾ അവിടെ കളഞ്ഞപ്പോൾ പെറുക്കി തന്നു. ഇവൻ ഈ പട്ടികളുടെ സ്വഭാവം ശരിക്കും കാണിക്കണേ അല്ലേ സുധി? പുട്ടിന് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി തുടങ്ങുന്നേ ഉള്ളൂ. കുടിക്കാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. എന്തായാലും പണികളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഫസ്റ്റ് തന്നെ രാവിലെ ഒരു ബുൾസി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണം ഉണ്ടായിക്കൊള്ളാം. അങ്ങനെ നാം പാടില്ല. അത് വയറ് കാലിയിട്ട് ശ്രുതിക്ക് പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ഒരെണ്ണം ഉണ്ടാക്കിയത്. സമയം ഏകദേശം എത്ര മണി? എൻ്റെ മണി 11 പുട്ട് തന്നെ ശ്രുതി കിച്ചന് കൊടുക്കാൻ തുടങ്ങുന്നത്. ശരിയാണ്, കിച്ചന് കൊടുക്കട്ടെ. കാരണം അവൻ കുറേ നേരം കാത്തിരുന്ന് പാവം അല്ലേ. മിണ്ടാ പ്രാണിയാണ്. അവൻ ഇത്ര രണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല. പാവം മീൻ വേസ്റ്റ് കളഞ്ഞിട്ട് അതും എടുത്ത് നിർത്തുന്നതാണ് ചെയ്തത്. അപ്പം അത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ മാറിയിരിക്കാന്നൊക്കെ. സേഫ്റ്റി മുഖ്യം. പിന്നിലെ സേഫ്റ്റി മുഖ്യം. ഞാൻ എന്തായാലും അതെടുത്ത് അങ്ങോട്ട് വിരിച്ചു കൊടുക്കും. ഫ്രണ്ടിലേക്ക് വിരിച്ചു കൊടുക്കും. പുതച്ചു കൊടുക്കല്ലേ. ആണോ? ശ്രുതി പുതപ്പിച്ച് കിടത്തി പൈന ഞാൻ ചവിട്ടി എണീപ്പിച്ച് പാവം. ഫസ്റ്റ് കിച്ചണിൽ ഫുഡൊക്കെ വേണ്ടി പോവാണ്. അതിന് മുമ്പ് അവൻ്റെ പ്ലേറ്റ് ഒന്ന് കഴിക്കണം. കുറച്ച് ദിവസം പുറത്ത് കിടന്ന പ്ലേറ്റാണ്. ഇതേ പുട്ട് ഫസ്റ്റ് കിച്ചനോട് പ്ലാനിലാണ് പ്ലേറ്റ് കഴിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ പ്ലേറ്റ് കഴുകി വൃത്തിയാക്കണമല്ല. സംഭവം ഇവിടെ പുറത്ത് വെച്ചിരിക്കുന്നതാണെങ്കിലും ഇവൻ കഴിക്കണം. കൂടാതെ പൂച്ചയൊക്കെ ഒന്ന് കഴിക്കും. പൂച്ച, എലി, ഉറുമ്പൊക്കെ ഒന്ന് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവൻ കഴിച്ചിട്ട് ഫുള്ളും വെച്ചിട്ട് കഴിക്കൂല. ചിലപ്പോൾ ബാക്കി വെച്ചിട്ട് പോകുന്നേ. ബാക്കിയൊക്കെ വെച്ചിട്ട് പോകും. അതുകൊണ്ട് അതെ ബാക്കി വെക്കും. അതുകൊണ്ടാണ് ഉറുമ്പും കറി എലിയൊക്കെ കയറി വൃത്തികളാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കണമല്ലോ. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി പുട്ട് വെച്ചെടുക്കാം അല്ലേ ശ്രുതി? ഫസ്റ്റ് പുട്ട് കുറ്റി ആയിട്ടുണ്ട്. അത് കിച്ചനുള്ള ഫുഡാണ്. ഫസ്റ്റ് പുട്ട് വെച്ചെടുക്കുന്നുണ്ട്. അവൻ കഴിച്ചിട്ടില്ല. സംഭവിച്ചാല് അത് പൊടിച്ചെടുക്കണം. നല്ല ചൂടല്ലേ. വെച്ചെടുക്കും പൊടിച്ചു കൊടുക്കുക. കാരണം ചൂടല്ലേ. ഇപ്പൊ കൊണ്ട് കുത്തി തട്ടിയുള്ളൂ ആണ്. അവൻ കഴിച്ചോളും. കഴിച്ചോ വിട്ടോ. ചൂടാറട്ടെ. ചൂടാണോ കിച്ചനെ നോക്കിയിരിക്കുന്നത്. അതാണ് പ്രാവശ്യം കുറ്റി പുട്ട് നിറയ്ക്കുന്നത് സ്പൂൺ കൊണ്ടാണ്. സാധാരണ കൈ കൊണ്ടാണ് ശ്രുതി കോരി നിറയ്ക്കാറ്. എന്നിട്ട് മഴയല്ല, അതുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ, കൈ നിറയ്ക്കാൻ വയ്യാന്ന്. എന്തിനും മടിയത്തിയാലൊക്കെ ശ്രുതി തേങ്ങ ശ്രുതിയിലെ കൊണ്ട് വയ്യ. എന്താണ് ഫസ്റ്റ് ഞാൻ കഴിക്കാൻ ശ്രുതി പറഞ്ഞു ആയിക്കോട്ടെ. അവൻ കഴിച്ചോളൂ. അതാണ് ഫസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിക്കണം. എന്നാലും കഴിക്കോളൂ. എന്റേതാണെങ്കിൽ പറയാം. അതാണ് എന്റേതുമല്ല. എന്നിട്ടായി ഞാൻ പുട്ട് കഴിച്ചു തുടങ്ങി. ആർജയും പുട്ട് കഴിച്ചു തുടങ്ങി. എല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. തകർത്ത് ആർജ കഴിക്കണുണ്ട്. അയവനും കഴിച്ചു തുടങ്ങി. വെറൈറ്റി ആണല്ലേ. നന്നായിട്ട് കോട ഇറങ്ങി കഴിച്ചു.
ഫോണിൽ കാണും പോലെയല്ല, നന്നായിട്ടുണ്ട്. നമുക്കിതൊന്നും കറക്റ്റ് കിട്ടൂലല്ലോ, അതാണ് പ്രശ്നം. നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. ശ്രുതിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി ആദ്യം നിന്ന് കഴിക്കണത് കിച്ചൂടെ കിടപ്പാണ്. ശ്രുതി നോക്കി തന്നെ കിടക്കാൻ തോന്നുന്നല്ലേ? ശ്രുതി നോക്കി തന്നെ കിടക്കാൻ ഉറങ്ങിയിട്ടില്ല. അവൻ ഫുള്ളും കഴിച്ചില്ല ഗൈസ്. അവൻ എന്താ കുറച്ച് ബാക്കി വെച്ചിരിക്കണത്, അവൻ ബാക്കി പിന്നെ കഴിക്കും. അതാണ് അവൻ കുറച്ച് കഴിക്കോളും. എന്തായാലും ശ്രുതി കഴിക്കട്ടെ. കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വല്ല സിനിമ കണ്ടിരിക്കും ശ്രുതി. പരിപാടി റെസ്റ്റ്. ഇത്രയും പണിയെടുത്ത റെസ്റ്റ് ശ്രുതിക്ക്. രാവിലത്തെ മഴയൊക്കെ മാറി ഇതേ വെയിലടിച്ച് തുടങ്ങി. ശ്രുതി വെയിലടിച്ചപ്പോഴേക്കും ഡ്രസ്സിലൊക്കെ വന്നിരിക്കുകയാണ്. ഞാൻ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് ഡ്രസ്സിലേക്ക് ഉണക്കാണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി അടുത്തത് വെള്ളം കോരൽ പരിപാടിയും ശ്രുതി അലക്കൽ പരിപാടിയിൽ ഒക്കെ ആയിരിക്കും. വെയിൽ നന്നായിട്ട് അടിക്കുകയാണെങ്കിൽ അകത്തിറങ്ങുന്ന ഡ്രസ്സും എടുത്ത് പുറത്തിടും, മാത്രമേ ഉള്ളൂ. ഇതണ്ടേ മഴയോ? ഓക്കെ, അകത്തുണ്ടെന്ന് പുറത്തിടണ്ട മഴയെന്ന് പറഞ്ഞത് കുഴപ്പമില്ല. പുതിയത് കളർ ഇല്ലേ? കണ്ട നമ്മൾ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചപ്പോൾ 200 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ വെച്ച് കളർ വിചാരിച്ചു. പക്ഷേ കളർ പോവും 3D ബെഡ്ഷീറ്റാണ്. കളർ പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷേ കളർ പോയില്ല ഗൈസ്. നല്ല കോട്ടറാണ് ഗൈസ്. സംഭവം പക്കയുടെ നിൽക്കുന്നുണ്ട്. ഭാഗ്യം. നമ്മൾ വിചാരിച്ച് പണി പാടിയല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതെ അതെ, ഒരു ഷീറ്റ് അത് അവർ കീറിയിട്ട് ഉപയോഗിക്കാൻ മാറ്റിച്ചെന്ന ഷീറ്റാണ്. നമ്മളെടുത്തൊന്നും സൈഡിൽ നിന്ന് തയ്പ്പിച്ചെടുത്തുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ബെഡ്ഷീറ്റ് വാങ്ങിച്ച നന്നായി. അവിടെ നിന്ന് കേടാവാതെ. അതെ അതെ. ഫസ്റ്റ് 200 രൂപ 200 സംതിങ് രൂപയുള്ളൂ ബെഡ്ഷീറ്റ്. 2 പില്ലോ 315 രൂപ. 2 പില്ലോ കവർ, ഒരു 3 ബെഡ്ഷീറ്റ്. ഇലാസ്റ്റിക് ഉള്ളൂ. അപ്പോൾ ബെഡിൽ ലോക്കായി കിടക്കുകയും ചെയ്യും. എന്തായാലും കൊള്ളാം, ഉപകാരപ്പെട്ട്. ഇനിയും പൈസ ഇട്ടുമ്പോൾ വാങ്ങിക്കാം. അല്ലെ ശ്രുതി നമുക്ക് 2 കൂടിയും നോക്കാം. കാരണം ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസം അലക്കണം. ഒരു 4 ദിവസമോ 5 ദിവസമോ മാക്സിമം 5 ദിവസം ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. അലക്കണമെന്നത് ശ്രുതി പായലൊക്കെ ക്ലീൻ ചെയ്യണം. കാരണം ഭയങ്കര പായലാണ് കേസുകളൊക്കെ. ഞാൻ നീയും തന്നെ രണ്ടുപേരും അപ്പോൾ നീ കഴിഞ്ഞ തന്നെ വേണ്ടി പോയതാ. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലേ? ഭയങ്കര ഗ്രിപ്പ്. പിന്നെ ശരിക്കൊണ്ടിരിക്കുക ശ്രുതി പലക്ക് തുണിയൊക്കെ ഞാൻ വിരിച്ചുകൊണ്ടിരിക്കുക. പുറത്തിരിക്കാണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുക്കട്ടെ. ഞാൻ ഓരോ ഡ്രസ്സ് എടുത്ത് വന്ന് ഇരിക്കുന്നത്. എന്തായാലും ഇരിക്കട്ടെ. പണികൾ ഫാസ്റ്റ് എടുത്ത് എടുത്തിട്ട് റെസ്റ്റ് എടുക്കാമല്ലോ. ഡ്രസ്സൊക്കെ തിരിച്ച് കഴിഞ്ഞ് ഉണങ്ങി കോട്ട പതുക്കെ വെയിൽ ചെറുതായിട്ട് അടിക്കുന്നത്. ശ്രുതി എന്തായാലും മുട്ടടിച്ച് തീരാറായി. ഇനി ഇപ്പോൾ റെസ്റ്റ് ഞാൻ കിട്ടും. വെള്ളം കോരി നിറക്കട്ടെ. കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പോൾ ശ്രുതി എനിക്ക് കാലിൽ മരുന്നിട്ട് തരാൻ പറ്റുന്നുണ്ട്. കാലിൽ മരുന്നിടണം. കുറച്ച് വല്ല സിനിമയോ സീരിയൽ എന്തെങ്കിലും കണ്ടിരിക്കും. നമ്മുടെ പയ്യ റെസ്റ്റ്. ഇനി ആണ് ശ്രുതിയുടെ ഭാഷയിൽ റെസ്റ്റ്. എന്താ നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഒരു സീരിയൽ കാണാൻ തീർക്കായിരുന്നു. ടീച്ച് ലെസണ്ട് വെബ് സീരീസ് നമ്മുടെ നെറ്റ്ഫ്ലിക്സിലുണ്ടായിരുന്നു. നല്ല സീരീസ്. ശ്രുതി കൊറിയൻ നല്ലത്. കണ്ടെടുത്തപ്പോൾ ഉറങ്ങിപ്പോയി. പിന്നെ കണ്ടിരിക്കണം. വീണ്ടും കിടന്നുറങ്ങി. എണീറ്റ് ഇപ്പോൾ ചക്ക നന്നാക്കാം. ഇന്നലെ നന്നാക്കിയിട്ട് ബാക്കി ചക്ക ഇരിപ്പുണ്ട്. അപ്പോൾ അത് നന്നാക്കണം. അതാണിപ്പോൾ തന്നെയും പരിപാടി. ചക്കനെ മുറിച്ച് ശ്രുതി നന്നായിക്കൊണ്ടിരിക്കുക. നമുക്ക് ചക്ക കഴിക്കാം. എന്നിട്ട് കുടിച്ച് കുറച്ചായിട്ട് ബാക്കിയുള്ള കളിച്ച്. അല്ലേ ശ്രുതി? ഇന്ന് താഴെ പരത്തുകൂടി പോകുന്നില്ല. നമ്മുടെ മുകളിൽ കളിച്ചേച്ചിട്ട് വീട്ടിൽ പോകുന്ന കഴിച്ചിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട്. എന്തായാലും ഒരു 5:30-6 മണിക്ക് പോകണം. ചേച്ചി നേരത്തെ വരാണെങ്കിൽ ചക്ക അവിടെ മുറിക്കാന്ന് പറഞ്ഞായിരുന്നു. നേരത്തെ വരാണെങ്കിൽ ചക്ക മുറിക്കാന്ന് പറഞ്ഞായിരുന്നു ചേച്ചി. അവിടെ നിന്ന് നമുക്ക് നോക്കാം. പറ്റിയ നേരത്തെ പോവാം. പിടിച്ച് കിടക്കണം കേസ്. കുളിക്കാൻ പറ്റില്ല വരുന്നില്ല. കുളിക്കാതെ കാര്യം നടക്കില്ല. ഒന്നുമില്ലേക്ക് ഞാൻ തന്നെ പോട്ടെ. ശ്രുതി എനിക്ക് ഞാൻ ജസ്റ്റ് കുളിച്ച് ഫ്രഷായിട്ടിരാം. അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അവിടെ നിന്ന് ഉണക്കാട്ടുണ്ട്. പുറത്തിറക്കുന്ന ഡ്രസ്സ് കിടക്കട്ടെ. കാരണം ഞാൻ ഡ്രസ്സ് മാറി. ശ്രുതി പുറത്ത് ഫ്രണ്ടായിട്ട് സംസാരിച്ച് വെക്കാണ്. നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിലേക്കല്ല, നടക്കാൻ വേണ്ടി പോവാം. ഈ ഡ്രസ്സ് എടുക്കണം. ഇത് ഇന്ന് അടക്കിയിട്ടത് ഉണങ്ങിയിട്ടില്ല. നല്ല നിലമുണ്ട്. അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. ശ്രുതി വീട്ടിനകത്തുള്ള ചെരുപ്പിട്ട് അതെടുത്ത് മാറ്റാൻ വേണ്ടി പോവാണ്. ഇത് ശ്രുതിക്ക് വീട്ടിനകത്തുള്ള ചെരുപ്പാണ്. പുറത്തിറങ്ങുന്ന ചെരുപ്പ് പച്ച ചെരുപ്പാണ്. അങ്ങനെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ശ്രുതി 2 ടോർച്ച് എടുത്തിട്ടുണ്ട്. ഫോണും കൂടി സംസാരിച്ച് പോകുന്നു. നേരത്തെ അടി വീടായിരിക്കട്ടെ. ഞാൻ ഇപ്പോൾ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുന്നത്. കുറച്ച് അവിടെ ചെന്നിട്ട് ശ്രുതിയുടെ ഫോണിൽ സെൻഡാക്കി എടുക്കണം. അയ്യോ, ഞാൻ സ്പെക്സ് എടുത്തില്ല. പക്ഷേ സ്പെക്സ് എടുക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല. നമുക്ക് സ്പെക്സിൻ്റെ ആവശ്യം. അവിടെ പോയി ടി വി കാണാൻ വേണ്ടി പോകുന്നില്ല. അവിടെ പോയാൽ അവർ വെക്കണത് സീരിയലായിരിക്കും. സീരിയൽ ഞാൻ എന്തായാലും കാണില്ല. താഴെയല്ലല്ലോ, മേഡം മുകളിലേക്കല്ലേ പോണത്. അപ്പോൾ ഇതിൽ കൂടെ ശ്രുതി കയറണം. സാധാരണ ശ്രുതി അതിൽ കൂടെ കയറാറ്. പിന്നെ എന്നിട്ട് നമ്മളെ ശ്രുതി ഇതിൽ കൂടെ കയറുന്നത്.
ശ്രുതി എപ്പോഴും അതിൽ കൂടെ കേട്ട് പറയും അതെളുപ്പമാണ്. സംഭവം അതാണ് എളുപ്പം, ദൂരെ കൂടുതലാണ്. മുകളിലെത്തി. അങ്ങോട്ട് നമ്മൾ പോകുന്നത് താഴത്തേക്ക്, നമ്മൾ റോഡിലേക്ക് പോകുന്ന വഴിക്ക് പോയിട്ട് അവിടെയാണ് കളിച്ചിട്ട് വീട്. വഴിയിലൊക്കെ ഫുൾ അട്ടകളാണ് ഗൈസ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഉറപ്പാടാനും ചവിട്ടി അതിൻ്റെ ചെലം കാലും തെറിച്ച് ചൊറിച്ചിട്ട് വരും. ശ്രുതി അവിടെ എത്തി. കഴിഞ്ഞ ദിവസം അവിടെ വെട്ടി വെച്ച് വിറകൊക്കെ ബിന്ദു ചേച്ചിയും കുടുംബക്കാരും എടുത്തോണ്ട് പോകണം വണ്ടിക്കകത്ത്. അപ്പോൾ അതേ വിറകൊക്കെ അവരെടുത്തോണ്ട് പോകണം വണ്ടിക്കകത്ത്. വിറകൊക്കെ എടുത്ത് എടുക്കട്ടെ, നമുക്ക് എന്തായാലും പോവാം. നമ്മൾ നടക്കാൻ വേണ്ടി പോവാണ്. പോവാ. ഓ യൂട്യൂബിൽ വ്ളോഗില് അതുകൊണ്ട് പതുക്കെ വരുള്ളൂ. എന്തായാലും ഈ വീഡിയോ മിക്കവാറും അടുത്ത മാസം അപ്ലോഡ് ആവുള്ളൂ. ഇവിടെ ഭയങ്കര സ്പീഡല്ലേ നെറ്റൊക്കെ. കഥയും പറഞ്ഞ് കഴിഞ്ഞ് തിരിച്ചിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങി. ഇവിടുത്തെ വ്യൂ നല്ല രസം. അതെ പിള്ളേർ എത്ര ദിവസം കൊണ്ട് കണ്ടത് അല്ലേ അന്ന്. അതെ അവിടെ പോയി താമസിക്കാൻ പോവാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇവിടെയും കുഴപ്പമില്ല. ചേട്ടൻ പറഞ്ഞ ഇവിടെ സമാധാനം ഉണ്ടല്ലോ. ഓ അവിടെ താമസം പറഞ്ഞു ഇവിടുന്ന് അല്ലേ. ഇവിടുന്ന് വിട്ടിട്ട് അങ്ങോട്ട് മാറാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇവിടെ നിന്ന് ഇഷ്ടം. പക്ഷെ എന്നാലും ഇച്ചിരി റോഡ് സൈഡിൽ ആളൊക്കെ ഉള്ള വേണ്ടി ആളൊക്കെയുള്ള സ്ഥലത്തേക്ക് മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞു എത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ അടുത്ത് പൈസ ഇല്ലാത്ത നമ്മൾ നിൽക്കുന്നു ഇവിടെ. പിന്നെ ഇവിടെ സമാധാനമുണ്ട്, കുഴപ്പമില്ല. വീണ്ടും കുറച്ച് എല്ലാവരും ഒന്നുമില്ല. അപ്പോൾ ആരോ കണ്ടിട്ടുണ്ട്. നടന്ന് ലൊക്കേഷൻ എത്താറായി. ഇവിടെയാണ് കളിച്ചിട്ട് വീട്. ചേച്ചി വന്നിട്ടുണ്ടാവോ? ഇന്ന് മുഹൂറായിട്ട് അവധിയാണല്ലോ പറഞ്ഞ പോലെ. എന്താണ് മുഹൂറമാവോ? മുസ്ലിങ്ങളുടെ എന്തോ ഒരു ദൂരം അറിയാം. മുസ്ലിങ്ങളുടെ എന്തോ സംഭവം അറിയാം. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അറിയുന്നുണ്ട് കമന്റ് ചെയ്ത് അറിയിക്കുക ഗൈസ്. നമ്മളെ വീഡിയോ കാണുമ്പോൾ മുസ്ലിംസിലായതുകൊണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞു പറയാം. എനിക്ക് പണ്ട് അറിയാമായിരുന്നു, ഞാൻ മറന്നു കേട്ടോ. ഇനി ഇവിടെ കുറച്ച് നേരം ചേച്ചി മുഴുവൻ ചക്ക അവിച്ച് ചെയ്തിട്ടുണ്ട്. കുറേ നാളെ കഴിച്ചിട്ട് ഇന്ന് കഴിക്കുന്നത്. വാക്കിങ് കഴിഞ്ഞ് രാത്രി 9 മണിക്കാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ആർജനെ കാണുന്നില്ല. അത് കണ്ടു. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. നല്ല ഇരട്ടി എന്തായാലും പോവാം. തന്നെ വന്ന് വിളിച്ചോണ്ട് പോവേണ്ട അവസ്ഥയായിരുന്നു. പോണ് ഫ്രണ്ട് കാണിച്ചു തരാം. ഇതാ സ്പോട്ടിൽ കണ്ടോ നിങ്ങൾ? അതാണ് കിച്ചു. അല്ല വിളിക്കാൻ വേണ്ടി വന്നോ. നമ്മൾ വീടെത്തി. ഇതാ കിച്ചനെ വിളിച്ചോണ്ടാണ്. കിച്ചൻ നേരത്തെ ഓടിക്കാറ് പോവാ. ഫസ്റ്റ് സിലിണ്ടർ എന്നും പറഞ്ഞു. നമ്മൾ തുണി ഉണങ്ങാൻ വേണ്ടി ഫാനൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ഇനി പോയിട്ട് കഴിക്കാനുണ്ടാക്കാം. ദോശ ഇല്ല, അസിന് മാത്രം, എനിക്ക് വേണ്ട. എനിക്ക് തിന്നതെല്ലാം ഇങ്ങോട്ട് തികട്ടി വരണം. നേരത്തെ ഒരു ഇക്കിളെടുത്തതാണേ. ചമ്മന്തിയിൽ ഉള്ളി ഉണ്ടായിരുന്നില്ലേ, ആ ഉള്ളി ഇങ്ങി കയറി വന്നു. എനിക്കുള്ള ദോശ ഉണ്ടാക്കണം ഗൈസ്. ശ്രുതിക്ക് വേണമെന്ന് പറഞ്ഞു. എനിക്ക് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ, കിച്ചുനും ഉണ്ടാകും. അപ്പോൾ എനിക്കും കിച്ചുനും മാത്രം ദോശ ഉണ്ടാക്കുന്നുള്ളൂ. ശ്രുതിക്ക് വേണമെന്നൊക്കെ ശ്രുതി പറഞ്ഞു. എന്തായാലും ഉണ്ടാക്കട്ടെ. ഇന്നലെ അവസരം ഞാൻ പറഞ്ഞു രാത്രി എനിക്ക് കോളം ദോശയും കുഴപ്പമുണ്ടായി വിശന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇന്ന് മധ്യാഹ്നം കീപ്പ് ചെയ്യുന്നു. മടിയാന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കാത്തത്. പിന്നെ അത് പട്ടിണിക്കന്നെ ഇട്ടേക്കണത്. ഇത്രയും പട്ടിണി തന്നെയായിരുന്നു. അപ്പോൾ അത് പട്ടിണിയല്ലേ. രാവിലെ എത്ര മണിക്ക് നീക്കണത്? 11 മണിക്കാണ്. അപ്പോൾ അതിന് പട്ടിണി തന്നെയല്ലേ. പിന്നെ ഞാൻ നിന്നെ കെട്ടിക്കൂടെ നിർത്തിയിരിക്കണത്. അടിമപ്പണി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്വന്തം കെട്ടിന്റെ കാര്യം നോക്കാൻ കഴിയാ. എന്നാ എനിക്ക് എന്റെ വീട്ടിൽ പോയി നിന്നാ പോരെ. ദോശ കിച്ചനോട് ദോശ കിച്ചന് തരാൻ കിച്ചു. അങ്ങനെ കിച്ചൻ ദോശ കഴിക്കാണ്. ഇതിനെ ഫുള്ളായിട്ട് എടുത്തപ്പോൾ കഴിക്കില്ല. അപ്പോൾ പിച്ചിട്ട് എടുക്കും. കാരണം ഫുള്ളായിട്ട് ഇട്ടാൽ അവൻ അത് എടുത്ത് നിലത്ത് വെച്ച് നിലത്തൊക്കെ മണ്ണാക്കി കഴിക്കും. ഇതാകുമ്പോൾ കുറച്ച് വെച്ച് പിച്ചി കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ അവൻ കഷ്ണങ്ങളെടുത്ത് കഴിച്ചോളൂല. അത് നല്ലത്. അങ്ങനെ കിച്ചു അതിനെടുത്ത് കഴിച്ചു തുടങ്ങിയ സംഭവം. വിശപ്പുണ്ട്. അവിടെ വീട്ടിൽ മുകളിൽ ആരുമില്ല. ഇവൻ ദോശ പുട്ടൊക്കെ ഒരു സാധനം കറിയൊന്നുമില്ല, അത് വെറുതെ തിന്നും. അങ്ങനത്തെ ആളാണ് കേട്ടോ. കറി വേണം നിർബന്ധമൊന്നുമില്ലാത്ത ആളാണ്. അപ്പോൾ അത് കിട്ടാതെ കഴിച്ച് ശീലിച്ചിട്ടാണ്. പിന്നെ ഞാൻ കറി കൊടുത്ത് കഴിക്കണേ. ഞാൻ പിന്നെ കറി കൊടുത്ത് ശീലിച്ചാൽ മിക്കവാറും മീനെ വീട്ടിൽ അവരുടെ മുകളിൽ വീട്ടിൽ അവർ കറി ഇല്ലാതെ ദോശ പോകുമ്പോൾ പിന്നെ കഴിക്കില്ല. പിന്നെ അവർ പറയും നിങ്ങളാണ് അവനെ കൊണ്ട് ചീത്തയാക്കി എന്ന് പറഞ്ഞ് ഇതാക്കും. എന്തിനാണ് വെറുതെ ഇതാക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കറി ഇല്ലാതെ കൊടുക്കുന്നത്. നമ്മൾ കറി വെച്ച് ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ. വേറെ കാര്യം ചോറ് വെക്കുമ്പോൾ പിന്നെ ചമ്മന്തി കൊടുക്കും. ശ്രുതിക്ക് ഇവൻ ചമ്മന്തി ഇഷ്ടം. തേങ്ങ തീറ്റ ഭയങ്കര കൂടുതലാണ്. ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഒരു വർഷപ്പത്തി മിക്കവാറും അവനത് ഫുള്ളും കഴിച്ച് ചേർത്ത്. ഇനിയിപ്പോൾ അടുത്തത് വെച്ച് നോക്കാം.
സുതി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് കുറച്ച് ഇടയ്ക്ക് വെച്ച് ദോശ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ കൊടുക്കാം. ദോശ ഉണ്ടാക്കി എനിക്ക് കഴിക്കാൻ ഞാൻ ആവശ്യമാണ്. പക്ഷേ സുതി ഇട്ട് കൊടുക്കണമെന്ന് വന്നിരിക്കുകയാണ്. അത് പിച്ചുകൊടുക്ക്. ആ പിച്ചുകൊടുക്ക്. കാരണം അവൻ അല്ലെങ്കിൽ ഫുള്ളായിട്ട് വലിച്ച് നിന്നിട്ട് മണ്ണത്തിട്ട് കഴിക്കും. അത് ശരിയല്ല. പിച്ചു കൊടുക്കട്ടെ. വെട്ടം കുറവ് വേണ്ടിയിട്ടും സുതി നിൽക്കുന്നോട് വെട്ടം കുറവ് വേണ്ടിയിട്ടും ഇത് തുണിയുടെ കിടക്കുന്നുണ്ടോ കേസ് ഞാൻ മാറ്റട്ടെ. ഇപ്പോൾ കുറച്ച് വെട്ടമായതുണ്ട്. വെട്ടമായിട്ടും ബ്ലറായി നിൽക്കുന്നത് ടി വിയിലേക്ക് മാറിയില്ല കേസ്. കിച്ചന് ഫുഡ് വെച്ച് കൊടുത്ത് സംഭവം ശ്രുതി അത് അടുപ്പിനോട് വെച്ചിട്ട് ആവി കയറി കേസ്. ദോശ ക്യാമറയുടെ ഗ്ലാസ് മിററിൽ എടാ തേങ്ങ അവൻ പേടിച്ചിട്ട് ഓടി കേസ്. കിച്ചൺ ആ കിച്ചു പേടിച്ചു പോയി. ഒരു ഓലമട തേങ്ങ എന്ത് വേണല്ലേ ഓല വീണത്. അവൻ പേടിച്ച് ആ ശബ്ദം കണ്ട് പേടിച്ച് അവൻ ഓടിക്കാൻ. അതെ വേറെ വല്ല പട്ടിയാണെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കി നോക്കും. ദോശയ്ക്ക് അവിടെ പോലെ തെറിച്ച് കണ്ടോ. ഇതാണ് അവസ്ഥ. ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മളത് രജനിയുടെ ഒരു പടത്തിൻ്റെ ഒരു സീൻ വെച്ചിരിക്കുക ഫേസ്ബുക്കിൽ. അപ്പോൾ അതും കണ്ട് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ശ്രുതി ദോശ കഴിക്കും, ഞാൻ ദോശ കഴിക്കുന്നുണ്ട്. നമ്മൾ കിഷോറിന് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് ദോശ, മീൻകറി, മീൻ വറുത്തത്. ആർജയുടെ കഴിക്കാൻ വേണ്ടി വന്നിരിപ്പുണ്ട്. കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനും കഴിക്കാൻ വന്നു. ആർജനെ കാണില്ല, ഇരുട്ടാണ് ഗൈസ്. അപ്പം കാണാമല്ലോ. ഇപ്പം കാണാം. ലൈറ്റ് ഉണ്ട്, തുണി കിടക്കണോണ്ടാണ്. അപ്പം എന്തായാലും കഴിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഡേ മൈ ലൈഫ് ഇവിടെ വെച്ച് നമ്മൾ തീരുന്നു. അപ്പം എന്തായാലും നമ്മൾ എന്താ കാണുന്നുണ്ടല്ലോ. ആർജയ്ക്ക് പരാതി, ആർജി കാണുന്നില്ല, അത് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഡേ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾന്ന ബെല്ലേക്കും കൊടുക്കുക. ആർജയ്ക്ക് പറയാനുള്ള അവസരം ഞാൻ കൊടുക്കുന്നില്ല. പുതിയ വീഡിയോ ബൈ ഫ്രം ആർജെ. ബൈ.